ഇനി ഞാനൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയായിട്ട് ഉണ്ടാക്കിയത്. സാധാരണ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ തുറന്ന് വെച്ചിട്ട് വേവിച്ചത്, അടച്ച് വെക്കരുത് കേട്ടോ. ഇതിങ്ങനെ വിടർത്തി ഇട്ടിട്ട് വേണം, അതായത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അങ്ങനെ ആക്കരുത്. നമ്മൾ സാധാരണയൊക്കെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം കൂട്ടി വെക്കും, പക്ഷേ അങ്ങനെയല്ല. ഇത് നമ്മളിങ്ങനെ വിടർത്തി എടുക്കണം. അപ്പോൾ ഇതിൽ സവാളയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട്, മുളക് പൊടി മാത്രം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ഇപ്രാവശ്യം എടുത്തിട്ട് ഇത് മെനക്കെട്ട് പിടിച്ച പണിയാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാട്ടോ ഇത് കുറച്ചൊരു എന്താ പറയുക, ഇതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം കേട്ടോ. ചപ്പാത്തി ഏത് കഴിഞ്ഞപ്പോൾ